വെൽക്കം ടു മരിയൻ ആയുർവേദ. ഈ ഒരു എപ്പിസോഡിൽ ചിന്തിക്കുന്നത് എൻ്റെ കൂടെ ഉള്ള ഒരു രോഗിയുടെ ഒരു ടെസ്റ്റിമോണിയലാണ്. അതിലെ ആ വ്യക്തിക്ക് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഫിസ്റ്റുലയുടെ മെയിൻ പ്രോബ്ലം ആയിട്ടാണ് എന്നെ ആദ്യമായിട്ട് കാണാനായിട്ട് വരുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞത് കടുത്ത പ്രമേഹവുമുണ്ട്. പിന്നെ അവരോട് പറഞ്ഞൊരു കാര്യം, നമുക്ക് ഫിസ്റ്റുല മാറുന്നതിൻ്റെ ഒപ്പം തന്നെ പ്രമേഹവും ഗണ്യമായിട്ട് കുറയും എന്നുള്ളതാണ്. അപ്പം എങ്ങനെയാണ് ഫിസ്റ്റുലയ്ക്കുള്ള ചികിത്സ ചെയ്യുമ്പോൾ പ്രമേഹം കുറയുന്നത്? ഈ ഒരു എപ്പിസോഡിൽ നാം ചിന്തിക്കാനായിട്ട് പോകുന്നത് ഇതിന്റെ ഒരു മൂല കാരണത്തെ കുറിച്ചൊക്കെയാണ്. ഞാൻ ഡോക്ടർ അൻമോദ് കാക്കശ്ശേരി, മരിയൻ ആയുർവേദ, തൃശ്ശൂർ. എന്റെ കൂടെയുള്ളത് അനീഷ് കുമാറാണ്, കണ്ണൂരിന്ന്. ആദ്യമായിട്ട് വരുന്നത് ഫിസ്റ്റുലയ്ക്ക് അല്ലെ, ഫിസ്റ്റുലയുടെ പ്രശ്നമായിരുന്നു അല്ലെ? ഫിസ്റ്റുലയുടെ എന്തായിരുന്നു ബുദ്ധിമുട്ടുണ്ടായിരുന്നത്? ഫിസ്റ്റുല എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്കൊരു മലദ്വാരത്തിന്റെ അടുത്ത ഭാഗത്തായിട്ട് ഒരു പഴുപ്പുണ്ടായിരുന്നു. എനിക്കത് ഫിസ്റ്റുല എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. കണ്ണൂരിൽ ഒരു ഡോക്ടറെ കാണിച്ച സമയത്ത് അവിടെ നിന്നൊരു ഓപ്പറേഷൻ കഴിഞ്ഞു. ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം ഒരു മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താണെന്ന് എനിക്ക് ഫിസ്റ്റുലെ കുറിച്ച് എനിക്ക് അറിയാത്തതുകൊണ്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ വിട്ടുമാറാത്ത പനി വന്നു. ആ ഡോക്ടറെ കാണിച്ച സമയത്ത് ആ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഒന്നും കൂടി സ്കാൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഈ ഫിസ്റ്റുലാണെന്ന് എന്നോട് പറഞ്ഞു. അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു, ഒരു ഓപ്പറേഷൻ കഴിഞ്ഞത് കൊണ്ട്. പക്ഷെ ഞാൻ ഈ യൂട്യൂബിൽ സാറേ ഇത് വീഡിയോ കണ്ടുകൊണ്ടാണ് ഞാൻ ഇവിടത്തേക്ക് ഞാൻ വരുന്നത്. ഇവിടെ ഞാൻ 3 മാസത്തോളം മരുന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷെ ഈ മരുന്ന് എടുത്തതിൻ്റെ ഗുണം വേറൊരു ഭാഗം കൂടി പറയാം. എൻ്റെ ഫാസ്റ്റിങ്ങിൽ ഞാൻ ഇംഗ്ലീഷ് ആ ഗുളിക കഴിക്കുന്ന സമയത്ത് 250-280 വരെ ഫാസ്റ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ ഫിസ്റ്റിന്റെ ഭാഗമായിട്ട് ട്രീറ്റ്മെന്റ് എടുത്തതുകൊണ്ട് എൻ്റെ ഷുഗർ ഇപ്പൊ 110 ആ റേഞ്ചിലാണ് ഇപ്പോൾ. ഞാൻ ഒരു ദിവസം 3 ഗ്ലാസ് പായസം കുടിച്ചിട്ട് പിറ്റേന്ന് രാവിലെ ടെസ്റ്റ് ചെയ്തിട്ട് 110 എനിക്ക് ഷുഗർ ഉണ്ടായത്. ഓണത്തിന്റെ സമയത്ത് കുടിച്ച സമയത്ത് പിറ്റേന്ന് രാവിലെ 110 ഷുഗർ ഉണ്ടായത്. ഞാൻ ഇപ്പൊ ഷുഗർ നോർമലായിട്ടുണ്ട്. എല്ലാം കൊണ്ട് ഞാൻ നല്ല ഹാപ്പിയാണ്. ഫിസ്റ്റുലയുടെ പഴുപ്പുകാരിലൊക്കെ മാറിയോ? അതൊക്കെ മാറി, ശോചനൊക്കെ കറക്റ്റ് ആണ്, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. പഴുപ്പുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം പഴുപ്പൊന്നും സംഭവമില്ല. അതിനൊക്കെ അങ്ങ് അസ്വസ്ഥത അങ്ങനത്തെ ഒന്നുമില്ല. കറക്റ്റ് ശോചന കറക്റ്റ് എല്ലാം കൊണ്ട് കൃത്യമായിട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അന്ന് ഇത് ആദ്യമേ എനിക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സർജറി ചെയ്യില്ലായിരുന്നു. ഇപ്പൊ സർജറി ചെയ്തത് വെറുതെ വേസ്റ്റ് ആയി. എന്തായാലും നമ്മളിവിടെ ശരിയാക്കിയത് ദഹന വ്യവസ്ഥയിലാണ്. ഇപ്പൊ ഞാൻ അതുകൊണ്ടാണ് നമ്മളിപ്പോ പ്രമേഹത്തിൽ ഒറ്റ മരുന്ന് ആക്ച്വലി തന്നിട്ടില്ല. ഫിസ്റ്റുല വന്നത് നമ്മുടെ ദഹിക്കുന്നുണ്ടായിരുന്നില്ല. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു കപ്പലണ്ടി കഴിക്കലായിരുന്നു. കപ്പലണ്ടി ആയിരുന്നു നമ്മുടെ ഫിസ്റ്റുല വരാനുള്ള കാരണവും ഷുഗർ ഹൈ ആവാനുള്ള കാരണവും. നമ്മളതിൽ ആ കപ്പലണ്ടി എന്ന് പറയുന്ന ഒരു സാധനം കഴിക്കുന്നില്ല എന്ന് വെച്ചു. നട്ട്സ് തീരെ ഒഴിവാക്കി, ഭൂമിക്കടിയുള്ള സാധനം കപ്പ പോലുള്ള സാധനങ്ങൾ ഒഴിവാക്കി. പ്ലസ് നമ്മുടെ ഡൈജഷനെ ഇമ്പ്രൂവ് ചെയ്യുന്ന, ലിവറിനെ ഒന്നുകൂടി ശക്തിപ്പെടുത്തുന്ന മരുന്നുകൾ മാത്രമേ തന്നിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഉണങ്ങാനുള്ള മരുന്നൊന്നും ആക്ച്വലി ഇല്ല. ശരീരം തന്നെയാണ് ഫിസ്റ്റുല ഉണക്കിയത്. നമ്മൾ ശരിക്കും ദഹന വ്യവസ്ഥയെ ഒന്ന് ശക്തിപ്പെടുത്തി. അത് വന്നപ്പോ ഓട്ടോമാറ്റിക്കലി പ്രമേഹവും മാറി. ഈ പറയുന്ന 2 രോഗം അത്രേ ഉള്ളൂ. വളരെ നമ്മൾ പലപ്പോഴും ആരും മരുന്നില്ല എന്ന് പറയുന്ന പല രോഗങ്ങളുടെയും അവസ്ഥ അത്രേ ഉള്ളൂ. നമ്മൾ ദഹന വ്യവസ്ഥയെ ഒന്ന് ശരിയാക്കി കഴിഞ്ഞാൽ രണ്ടും ഏത് രോഗമെങ്കിലും ഒരുമിച്ച് മാറും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഷുഗർ മാറി. 2 തലവേദന പിടിച്ച രോഗങ്ങളാണ്. തീർച്ചയായിട്ടും. ഓക്കെ, എന്നാ ശരി. ഓക്കെ. അപ്പം ഈ ഒരു വ്യക്തിയില് ഞാൻ പറഞ്ഞു, ഫിസ്റ്റുലയുടെ കാരണമായിട്ട് ഞാൻ കണ്ടെത്തിയത് ഇൻഡൈജഷൻ ആണ്. ദഹിക്കുന്നില്ല വ്യക്തിക്ക് പൂർണ്ണമായിട്ടും. ഈ ദഹന വ്യവസ്ഥയിൽ തകരാറ് വന്നാൽ അത് വയറൊരു വലിയൊരു അസിഡിറ്റി കാരണമാവും. നമുക്കറിയാം, ഒരു ആസിഡ് എവിടെയെങ്കിലും ഒഴിച്ചാൽ തന്നെ അത് അവിടെ പെനിട്രേറ്റ് ചെയ്ത് പോകും. അതിനൊരു ദ്വാരം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ദ്രവിപ്പിക്കാനുള്ള ഒരു ശക്തിയുണ്ട്. അപ്പോൾ ഇൻഡൈജഷന് ഉണ്ടായിട്ടുള്ള ഒരു അസിഡിറ്റിയാണ് ആൾക്ക് ഫിസ്റ്റുലയ്ക്ക് കാരണമായത്. അതുപോലെ തന്നെ പ്രമേഹത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാരണം മെറ്റബോളിക് എറർ ആണ്, അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. ഇത് എന്താണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നെല്ലാം പറയുന്ന എല്ലാം ദഹനവ്യവസ്ഥയിലുള്ള തകരാറുകളാണ്. ആളുടെ ദഹനവ്യവസ്ഥയെ കറക്റ്റ് ചെയ്യുന്നതിലൂടെ തന്നെ ആളുടെ അസിഡിറ്റി മാറുന്നു. ഓട്ടോമാറ്റിക്കലി ശരീരം തന്നെ ആളുടെ ഫിസ്റ്റുലയുടെ ട്രാക്ക് ഹീൽ ചെയ്യുന്നു. അതുപോലെ തന്നെ ആളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ശരിയാവുന്നതിലൂടെ പാൻക്രിയാസ് ശരിയായി വർക്ക് ചെയ്യുന്നു. ഇൻസുലിൻ പ്രൊഡക്ഷൻ ശരിയാവുന്നു. അതിലൂടെ തന്നെ പ്രമേഹവും രോഗവും മാറുന്നു. അറിയാം, ആള് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹൈ ഷുഗർ ആയിരുന്നു. അത് ഫാസ്റ്റിംഗ് തന്നെ 260 മീതെയൊക്കെ പോയിരുന്നതാണ്. ഏത് മരുന്ന് കഴിച്ചിട്ടും കുറയാത്തൊരു ഷുഗർ ആണ് നമ്മുടെ ദഹന വ്യവസ്ഥയെ കറക്റ്റ് ചെയ്യുന്നതിലൂടെ തന്നെ നമുക്ക് ശരിയാക്കാനായിട്ട് സാധിച്ചത്. നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.